നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഏറ്റവും പുതിയ ത്രില്ലർ സീരീസ് ആണ് ഇസ് ആൻഡ് ഹേഴ്സ്. ഇതിന്റെ സ്ക്രീൻ പ്ലേയും സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ നൈസ് ആണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു 6 എപ്പിസോഡുള്ള സീരീസ് ആണ്. ആദ്യത്തെ ഒരു 5 എപ്പിസോഡ് ഭയങ്കര നോർമൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ക്രൈം ത്രില്ലർ സീരീസിൽ വരുന്ന അതേ ടെംപ്ലേറ്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. എൻഗേജിംഗ് എലമെന്റ്സ് ഒരുപാട് ഏരിയാസിൽ ഉണ്ടെങ്കിലും അതൊക്കെ കുറച്ച് പ്രഡിക്റ്റബിൾ ആയിരുന്നു, കുറച്ചൊക്കെ സ്ഥിരം ടെംപ്ലേറ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു സീരീസിന്റെ ലാസ്റ്റ് എപ്പിസോഡ് അത് വേറെ ലെവലായിരുന്നു. കിട്ടില്ലെന്ന് പറഞ്ഞ ആ ഒരു ട്വിസ്റ്റും അവിടുത്തെ കുറച്ച് റിവീലിംഗ് സീക്വൻസും മോനെ ഒരു രക്ഷയില്ല. ആദ്യത്തെ 5 എപ്പിസോഡ് ഭയങ്കര നോർമലായിട്ട് കൊണ്ടുപോയിട്ട് അവസാനത്തെ ഒരു എപ്പിസോഡിൽ അവസാനത്തെ ഒരു 30 മിനിറ്റ്സിൽ ആ ഒരു എൻറ്റയർ സീരീസിനെ റേഞ്ച് ചെയ്യാൻ ഒരു ടോപ്പിക് കൊണ്ട് വെച്ചിട്ടുണ്ട്. അമ്മാതിരി ഒരു കിടിലൻ ട്വിസ്റ്റും എൻഡിങ് ഉള്ള ഒരു സീരീസ് ആയിരുന്നു. ഈ ഒരു സീരീസ് സംസാരിക്കുന്ന സ്റ്റോറി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗണിൽ നടക്കുന്ന കുറച്ച് ഇവന്റ്സ് ആണ്. അവിടുത്തെ ഒരു വുഡ്സിൽ ഒരു ഡെഡ് ബോഡി കിട്ടും. സോ ആ ഒരു ഡെഡ് ബോഡിയുടെ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് വരുന്ന ഡിറ്റക്റ്റീവും ആ ഒരു ഇൻവെസ്റ്റിഗേഷനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന TV റിപ്പോർട്ടറും, സോ ഇവർ തമ്മിലുള്ള കുറച്ച് കോൺഫ്ലിക്ട്സും ആ ഒരു കുറ്റവാളി ആരാന്ന് കണ്ടുപിടിക്കുന്നതാണ് സീരീസിന്റെ സ്റ്റോറി. നമ്മൾ ഇതേ പ്ലോട്ട് ഒരുപാട് സീരീസിൽ മൂസിലെ കണ്ടിട്ടുണ്ട്. അതേ രീതിക്ക് തന്നെയാണ് ഇവിടെയും മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. പക്ഷെ ആ ഒരു റിവീലിംഗ് പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ സീരീസിന്റെ ബാക്ക് ബോൺ, ഈ ഒരു കുറ്റവാളി ആരാണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു കുറച്ച് എന്താ പറയുക ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് വരുന്ന സീക്വൻസ് ഉണ്ട്. അത് കിട്ടില്ലായിരുന്നു. ആ ഒരു ഒറ്റ മൂവ്മെന്റിന് വേണ്ടി ഈ ഒരു എൻറ്റയർ സീരീസ് കാണാം. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ആ ഒരു സീരീസ് അങ്ങനത്തെ ഒരു എൻഡിങ്ങിലോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ വെച്ചിരുന്നു, അതൊക്കെ ടോട്ടലി ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ലെവലിലോട്ട് ഒരു കിടിലൻ ട്വിസ്റ്റാണ് സീരീസിൽ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ട്വിസ്റ്റിന് വേണ്ടിയിട്ട് ഈ എൻറ്റയർ സീരീസ് പുറത്തായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സീരീസിന്റെ ക്യാരക്ടർ പെർഫോമൻസിൽ വരുവാണെങ്കിൽ എല്ലാവരും നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മെയിൻലി 2 ക്യാരക്ടർ ലീഡ് ചെയ്തിരിക്കുന്ന ജോൺ ബർത്തലും ട്രെസയാണ്. അവർ രണ്ടുപേരുടെ പെർഫോമൻസ് നൈസ് ആയിരുന്നു. ആൻഡ് ഈ ഒരു ഡിറ്റക്റ്റീവിന്റെ ഒരു പാർട്ണറായിട്ട് വരുന്ന ഒരു പ്രിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരി ഒരു ഇന്ത്യൻ ആണ്. ആ ഒരു ആളുടെ പെർഫോമൻസും നൈസ് ആയിരുന്നു. എല്ലാവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നൈസായിട്ട് തന്നെ സീരീസിൽ വരുന്നുണ്ട്. ആൻഡ് ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിലും എല്ലാം നൈസ് ആയിരുന്നു. സിനിമാറ്റോഗ്രഫി ആയാലും എഡിറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും മ്യൂസിക് ആയാലും എല്ലാം ആ ഒരു സീരീസിൽ എന്താണോ വേണ്ടത് അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് വിഷ്വൽസും കളറിങ്ങും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ചില ഏരിയാസിൽ ഒരു മ്യൂസിക് ട്രാക്ക് വരുന്നുണ്ട്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ആൻഡ് ഈ ഒരു സീരീസ് വലിയ നെഗറ്റീവും കാര്യങ്ങളൊന്നും എടുത്ത് പറയാനായിട്ട് ഒന്നുമില്ല. ആകെ 6 എപ്പിസോഡുള്ളൂ. ഓരോ എപ്പിസോഡ് ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് ഡ്യൂറേഷൻ വരുന്നത്. ആ ഒരു ഡ്യൂറേഷൻ്റെ അടുത്ത് നല്ല രീതിക്ക് തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കിയാൽ കൊള്ളാമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ഒരു സീരീസിലെ ചില ക്യാരക്ടേഴ്സിന്റെ അടുത്തുള്ള നമ്മളൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് വന്നിരുന്നെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ സിറ്റുവേഷനിൽ നമുക്കൊരു ഫീലിംഗ് കിട്ടിയേനെ. പക്ഷെ ഇതിലോട്ട് വരുമ്പോൾ ചില ക്യാരക്ടേഴ്സായിട്ട് അത്ര വലിയൊരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ വരേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു. അത് കുറച്ചും കൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ നൈസാണ് എനിക്ക് തോന്നി. അത് ഗംഭീരമായിട്ടുള്ള വേറെ ലെവലായിട്ടുള്ള സീരീസ് ഞാൻ പറയുന്നില്ല. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ടെംപ്ലേറ്റ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് പ്രസന്റേഷൻ ഒക്കെ തന്നെയാണ് ഈ സീരീസിൽ വന്നു പോകുന്നത്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ആ ഒരു ക്ലിഫ് ഹാങ്ങേഴ്സ് ആയാലും എൻഗേജിംഗ് ഫാക്ടേഴ്സ് ആയാലും എല്ലാ സ്ഥലങ്ങളും ഉണ്ടെങ്കിലും കുറച്ചൊക്കെ വർക്ക് ആവില്ല, കുറച്ചൊക്കെ നൈസായിട്ട് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് എപ്പിസോഡ് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ടോട്ടലി നല്ലത് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു കിടിലൻ സീരീസ് ആണ്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഇത് കണ്ടപ്പോൾ. സോ എന്തായാലും നിങ്ങൾ കണ്ടുനോക്കുക. നെറ്റ്ഫ്ലിക്സിലുള്ള ഒരു മിനി സീരീസ് ആണ്. ആകെ 6 എപ്പിസോഡുള്ളൂ. 6 എപ്പിസോഡുള്ള ഒരു കഥ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ട്രൈ നോക്കുക. ഓൾറെഡി ഈ ഒരു സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.